നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. റൈസ് കുക്കർ എന്ന പേരും സാധനവും എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോഴടുത്ത് കൂടുതലായി കണ്ടുവരുന്ന ഒരു സംഗതിയാണ് സ്ക്രീനിലുള്ളത്. ഇതിന്റെ പേരാണ് ഇലക്ട്രിക് പ്രഷർ കുക്കർ. ഇത് റൈസ് ഉണ്ടാക്കാൻ മാത്രമല്ല പലവിധ ഉപയോഗങ്ങളും ഇതിനെ കൊണ്ടുണ്ട് എന്നാണ് പറയുന്നത്. മാർക്കറ്റിലുള്ള 3 പ്രധാന കുക്കറുകളാണ് സാധാരണ ഗ്യാസ് സ്റ്റവിന്റെ മീതെ വെക്കുന്ന പ്രഷർ കുക്കർ, പിന്നെ ഇലക്ട്രിക് റൈസ് കുക്കർ, പിന്നെ ഇലക്ട്രിക് പ്രഷർ കുക്കർ. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണ്ടേ? പ്രഷർ കുക്കറിനെ പറ്റി, അതായത് സാധാരണ നമ്മൾ സ്റ്റവിന്റെ മീതെ വെക്കുന്ന പ്രഷർ കുക്കറിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. റൈസ് കുക്കറും ഇലക്ട്രിക് റൈസ് കുക്കറും ഇലക്ട്രിക് പ്രഷർ കുക്കറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. റൈസ് കുക്കറിൽ സിമ്പിൾ ബോയിലിംഗ് ആൻഡ് കുക്കിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അതേസമയം പ്രഷർ കുക്കറിൽ സ്റ്റീം ട്രാപ്പ് ചെയ്ത് ഹൈ പ്രഷറിലാണ് സാധനങ്ങൾ വേവിക്കുന്നത്. ഇവിടെ റൈസ് കുക്കർ, പ്രഷർ കുക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് റൈസ് കുക്കർ ആൻഡ് ഇലക്ട്രിക് പ്രഷർ കുക്കറാണ് കേട്ടോ. ഇനി രണ്ടാമത്തത്, പ്രാഥമികമായിട്ടും റൈസ് വേവിക്കുക, അതുപോലെ കുറച്ച് സ്റ്റീമിങ് ചെയ്യുക, മുട്ട പുഴുങ്ങിയിട്ടെടുക്കാം, ഇത്രയൊക്കെയാണ് സാധാരണ റൈസ് കുക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രഷർ കുക്കറിൽ വേരിയസ് ഡിഷസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എല്ലാവിധ മത്സ്യമാംസാദികളും, സ്റ്റ്യൂ, സൂപ്പ്, ബീൻസ് തുടങ്ങിയവയൊക്കെ പാകം ചെയ്യാം. ഇനി റൈസ് കുക്കറിൽ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു 20 തൊട്ട് 60 മിനിറ്റ് വരെ എന്തായാലും എടുക്കും. എന്നാൽ പ്രഷർ കുക്കറിൽ അത് 10 തൊട്ട് 15 മിനിറ്റ് വരെ മാത്രം മതി. റൈസ് കുക്കർ ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ്. എന്നാൽ പ്രഷർ കുക്കറുകളിൽ കൂടുതൽ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ അതിന്റെ പ്രഷറും ടൈമും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് പരിശീലിക്കേണ്ടി വരും. കുറച്ച് പ്രീസെറ്റ് മെനൂസ് അവൈലബിൾ ആണ്. അത് ഇന്ത്യൻ മെനു നോക്കിയിട്ട് ഒരു 10 തൊട്ടിട്ട് 18 വരെ ഡിഫറെന്റ് മെനൂസ് പല ബ്രാൻഡുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സ് റൈസ് കുക്കർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ പ്രഷർ കുക്കറിലാവട്ടെ ഇത് പ്രഷർ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മൾട്ടി ലെയർ സേഫ്റ്റി മെഷേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈസ് കുക്കർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ആകെ ഇന്നർ പോട്ട് എടുത്ത് വൃത്തിയാക്കേണ്ട, പുറത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയേ വേണ്ടൂ. എന്നാൽ പ്രഷർ കുക്കറിൽ കൂടുതൽ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യണം. കാരണം കൂടുതൽ മെക്കാനിസം ഉണ്ട്, കൂടുതൽ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വൃത്തിയാക്കുന്നതിലും അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാണും. റൈസ് കുക്കറിന്റെ ഉള്ളിലുള്ള ഇന്നർ പോട്ട് അധികവും അലുമിനിയത്തിലാണ് വരുന്നത്. ചില ബ്രാൻഡുകളിൽ മാത്രം ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. വേറെ പ്രഷർ കുക്കറിൽ ആനോഡൈസ്ഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആനോഡൈസ്ഡ് അലുമിനിയം മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, നോൺ സ്റ്റിക്ക് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ സെറാമിക് കോട്ടഡ് ഇന്നർ പോട്ട് ഉണ്ട്, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോഴുള്ള ഒരു ഉപയോഗം, ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അതോ ഡിഷ് വാഷർ സേഫ് ആയിരിക്കും. റൈസ് കുക്കർ 4500 രൂപയ്ക്കുള്ളിൽ കിട്ടുമ്പോൾ പ്രഷർ കുക്കറിന്റെ വില 4500 തൊട്ട് 10,000-നുള്ളിലായിട്ടാണ്. ഇതിന്റെ പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് കുക്കിംഗ് ടൈം 2 ഭാഗത്തോളം കുറയ്ക്കും, കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണ്, കുറച്ച് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ന്യൂട്രിയൻസ് കൂടുതൽ പ്രിസർവ് ചെയ്യപ്പെടുന്നു, സിമ്പിൾ ആണ്, സേഫ് ആണ്, സ്ലോ കുക്കിംഗ്, സോട്ടേയിങ് തുടങ്ങി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്ന എല്ലാവിധ പാചകവിധികളും ഇതിലും ചെയ്യാൻ പറ്റും. പിന്നെ ക്ലീനിങ് കൂടുതൽ എളുപ്പമാണ്. കാരണം ആഴത്തിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നില്ല. പിന്നെ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോഴുള്ള ചൂട് ഇതിന് ഏൽക്കുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്ന ഗുണങ്ങൾ. ഇനി ഇത് ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് കൂടുതൽ ഉപകാരപ്രദമാവുക എന്നുകൂടി നോക്കാം. നിങ്ങൾക്ക് 2 ബർണറിൻ്റെയോ 3 ബർണറിൻ്റെയോ ഒരു സ്റ്റവാണുള്ളത്. ഒരു അത്യാവശ്യ നേരത്ത് കൂടുതലായി എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലൊരു എക്സ്ട്രാ അപ്ലയൻസ് ഉണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കും. ഇനി നിങ്ങൾക്ക് വലിയൊരു കിച്ചണാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് സ്റ്റൗവിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു അപ്ലയൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഒരു ഫാൻസി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സാധനം എന്നുള്ള നിലയ്ക്കോ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ അപ്പോഴും വാങ്ങിക്കാം. അരിക്കൊപ്പം ഒഴിക്കുന്ന വെള്ളം വെറ്റിച്ചുണ്ടാക്കുന്ന വിധത്തിലാണ് നിങ്ങൾ ചോറുണ്ടാക്കാറുള്ളതെങ്കിൽ അപ്പോഴും ഇത് ഉപകാരമാണ്. പിന്നെ നെയ്ച്ചോറ്, പുലാവ്, ഫ്രൈഡ് റൈസ് ഇതൊക്കെ റൈസ് കുക്കറിലുള്ള പോലെ തന്നെ ഇതിലും ഉപയോഗിക്കാം. പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ മത്സ്യമാംസാദികളോ വേറെ എന്തെങ്കിലും പയറ്, പരിപ്പ്, കടല തുടങ്ങി എന്ത് വേണമെങ്കിലും നമ്മൾ സാധാരണ പ്രഷർ കുക്കറിൽ എന്തൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് ഇടുന്നോ അതൊക്കെ ഇതിലും ഇട്ടിട്ട് നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് പാചകം ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നേരത്തിന് ശേഷമാണ് ആരെങ്കിലും അത് കഴിക്കണത് എന്ന് വിചാരിക്കുക.
ഫോർ എക്സാമ്പിൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത്രയും നേരത്തോളം അത് ചെറിയ ചൂടോടുകൂടി വാമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ട ഒരു ഫെസിലിറ്റിയും കൂടെ ഇതിലുണ്ട്. ആ നേരത്ത് ഈ ഭക്ഷണം നാശാവൊന്നുമില്ല, അത് വാമായിട്ടിരിക്കുന്നേ ഉള്ളൂ, നാശാവില്ല. അതുപോലെ നിങ്ങൾ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടു അതിൽ, പക്ഷെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കുക്ക് ചെയ്താൽ മതി. അതാണ് ഉദ്ദേശമെങ്കിൽ അതിനുള്ള ഭക്ഷണവും ഉണ്ട്. ഇനി നിങ്ങളൊരു പിക്നിക്ക് പോവാണ്, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഒരു ടൂറ് പോവാണ്, അപ്പോൾ അവിടെ കുക്ക് ചെയ്യാനുള്ള മറ്റ് ഫെസിലിറ്റികളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കൊരു പവർ പ്ലഗ് യൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊപ്പം കൊണ്ടുപോകാം. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ അത് അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാം. വേറൊന്ന്, ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഇപ്പം ബാച്ചലറായി താമസിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഫോഴ്സ് ബാച്ചലറായിട്ട് തന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, പിന്നെ സ്റ്റൗവോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഒന്നും കൊണ്ടുവേണ്ട ഉള്ളൊരു സൗകര്യം ഇല്ല, പ്ലഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇൻഡക്ഷൻ സ്റ്റൗ ആണെങ്കിൽ നിങ്ങൾക്ക് പലതരം പാത്രങ്ങളും മറ്റു സംഗതികളൊക്കെ വേണം. ഇതാവുമ്പോൾ പ്രീസെറ്റ് മെനു കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ ബട്ടണിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൻ്റെ ഇത് സെറ്റ് ചെയ്ത് ആയതുകൊണ്ട് അത് അമർത്തിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തയ്യാറാക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസ് ഒക്കെ PGയിലോ ഹോസ്റ്റലിലോ ഒക്കെ താമസിക്കുമ്പോൾ അവർക്ക് ഒരു കെറ്റിൽ നിന്ന് തന്നെ പലവിധ പാചകവിധികൾ കണ്ടുപിടിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇത്തരം ഒരു പ്രഷർ കുക്കർ അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഒരുപാട് കമ്പനി കണ്ടുപിടിച്ചതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളും സാധ്യതകളും അവർ കണ്ടുപിടിക്കും. ഇനി ഇത്രയും അറിയുമ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കുറവുകളെ കുറിച്ചും കൂടെ നിങ്ങൾ അറിയണമല്ലോ. ഒന്നാമത്തതായി, കറണ്ട് ബില്ല് ഒരുപക്ഷെ ഗ്യാസിന്റെ എക്സ്പെൻസിനേക്കാൾ കൂടുതലായി വന്നേക്കാം. പിന്നെ അടുക്കളയിലൊരു പുതിയ അപ്ലയൻസ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി കാശ് ചെലവാക്കുന്നതിന് പുറമെ അതിനുള്ള സ്ഥലം കൂടി നമ്മൾ കണ്ടെത്തണം. അതുമാത്രമല്ല, ഒരു ഉപകരണം കൂടി കഴുകി വൃത്തിയാക്കി വെക്കേണ്ട ചുമതല കൂടി ഒരു വീട്ടമ്മയ്ക്ക് കിട്ടുകയാണ്. ഇനി കുക്കിങ്ങിലെ സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഗ്യാസ് സ്റ്റൗവ് നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള അത്രയും പാത്രങ്ങൾ എടുക്കാം, അത് സിങ്കിലോട്ട് ഇട്ടിട്ട് അടുത്ത പാത്രം എടുക്കാം, തിരക്കുള്ള പോലത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് എത്ര പാത്രങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് സിങ്കിൽ കഴുകാൻ വെക്കാം. പക്ഷെ നമ്മൾ ഈ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിക് പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു ഇന്നർ പോട്ട് മാത്രമാണ് അതിനുള്ളത്. നമ്മളൊരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ മറ്റൊന്നു കൂടി കുക്ക് ചെയ്യണമെങ്കിൽ അത് മാറ്റിയിട്ട് കഴുകി വീണ്ടും തിരിച്ചു വെക്കണം. അപ്പോൾ ഓരോ വിഭവവും ഉണ്ടാക്കിയതിന് ശേഷം അതെടുത്ത് മാറ്റി കഴുകി തിരിച്ചെടുത്ത് വെക്കുക എന്നുള്ളത് ഒട്ടും ഒരു സൗകര്യമുള്ള ഒരു കാര്യമല്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ ചോറ് മാത്രമേ വെക്കണ്ടൂ എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. മറ്റു കറികളൊക്കെ നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാക്കണോ, ചോറ് നിങ്ങൾ ഈ ഇലക്ട്രിക് പ്രഷർ കുക്കറിലാക്കണോ. പക്ഷേ ചോറ് മാത്രം വെക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ എങ്കിൽ ഒരു ഇലക്ട്രിക് പ്രഷർ കുക്കറിൻ്റെ ആവശ്യമില്ല, സാധാരണ റൈസ് കുക്കർ മതി, ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ വെക്കണ പ്രഷർ കുക്കറിൽ നമ്മൾ എന്തൊക്കെ ഇടണോ അതേ ഉപയോഗം നിങ്ങൾക്ക് ഇതിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് പണിയെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ഇലക്ട്രിക് പ്രഷർ കുക്കർ വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ടേജിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു 3-4 ലിറ്ററിൻ്റെ കുക്കറിന് 700 തൊട്ട് 800 വാട്ട്സ് മതിയാവും. 4 തൊട്ട് 6 ലിറ്റർ വരെയുള്ളതിന് ഒരു 1000 വാട്ട്സും, ഒരു 6 തൊട്ടിട്ട് 8 ലിറ്റർ വരെയുള്ളതിന് 1000 വാട്ട്സിന് മീതെ ഉണ്ടാവുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഇനി ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്ററിൻ്റെതാണെങ്കിൽ ഒരു 2 ആൾക്കാർക്കും ഉള്ള വീട്ടിലേക്കും, പിന്നെ ഒരു 4 തൊട്ട് 6 ലിറ്റർ വരെയുള്ള കുക്കേഴ്സ് ഒരു 6 അംഗങ്ങളുള്ള വീട്ടിലേക്കും, 6 കൂടുതൽ ലിറ്റർ കപ്പാസിറ്റി ഉള്ള കുക്കേഴ്സ് ഒരു 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരുള്ള വീട്ടിലേക്കും ഉത്തമമായിരിക്കും. ഇനി ഇതിന്റെ ഇന്നർ പോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീല്, അലുമിനിയം, അനോഡൈസ്ഡ് ഇതൊക്കെയാണ് വരുന്നത്. ഇത് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അത് കൂടുതൽ ഡിഷ് വാഷർ സേഫ് ആയിരിക്കും. നോൺ സ്റ്റിക്ക്, സെറാമിക് എല്ലാം വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മെനുവിലുള്ള പ്രീസെറ്റ് മെനു എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൈസ്, ഗ്രേവി, മീറ്റ്, ഫിഷ്, അങ്ങനെ ഒരുപാട് തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ഇതിന്റെ കുറെ നമ്പർ കണ്ടിട്ട് നിങ്ങൾ അതിൽ ആകൃഷ്ടരാവണം എന്നില്ല. കാരണം അത്യാവശ്യം കുറച്ച് ഒരു 4-5 മെനു മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് മെനു ബട്ടൺ അമർത്താതെ തന്നെ അതിന്റെ പ്രഷറും ടൈമും എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കും. അഗാരോ മോഡലിന്
ഹാൻഡിലിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റീം കളക്ടറായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കേസ് കൊടുത്തിട്ടുണ്ടാവും. ഇലക്ട്രിക് പ്രഷർ കുക്കറിനൊപ്പം സാധാരണ കിട്ടുന്ന സാധനങ്ങൾ ഒരു സ്പാറ്റുല, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമർ, പിന്നെ സിലിക്കോൺ മിറ്റ്സ്, പിന്നെ മെഷറിംഗ് കപ്പ് ഉണ്ടായിരിക്കും. വാറണ്ടി 1 തൊട്ട് 2 കൊല്ലം വരെയൊക്കെയാണ് കൊടുക്കുന്നത്. പല ബ്രാൻഡുകളും 8 മണിക്കൂറിൻ്റെ സ്ലോ കുക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രഷർ കുക്കിംഗ് ചെയ്യേണ്ട, ചെറിയ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് ദീർഘനേരം കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്തെടുക്കുക. മറ്റൊന്ന് ഡിലേ കുക്കിംഗ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയത്തിന് ശേഷം മാത്രം കുക്കിംഗ് ആരംഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലേ കുക്കിംഗ് സെറ്റ് ചെയ്യാം. മറ്റൊന്ന് 24 അവേഴ്സിൻ്റെ ഫുഡ് വാമറും 24 അവേഴ്സിൻ്റെ ഡിലേ കുക്കിങ്ങും രണ്ടും കൊടുക്കുന്ന ബ്രാൻഡുകളുണ്ട്. വില നല്ല ബ്രാൻഡിൻ്റെ ആണെങ്കിൽ ഒരു 3 ലിറ്ററിൻ്റെ തന്നെ 6000 രൂപയ്ക്ക് അടുത്ത് വരും. അത് തൊട്ട് ഒരു 8 ലിറ്ററോ ഇത് കൂടുതലുള്ളത് ഒരു 10,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു ബ്രാൻഡിലുള്ളത് തന്നെ. വെൽസ്പെയർ, സൊലാര, ഇൻസ്റ്റാപോട്ട്, ജീക്ക് റോബോ കുക്ക് ഇവയൊക്കെയാണ് ഈ രംഗത്തെ പ്രമുഖർ. ഇനി ഇലക്ട്രിക് പ്രഷർ കുക്കറിന് പകരം ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ മാത്രം മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബജാജിന്റെ 1700 രൂപ വിലയുള്ള മോഡൽ തൊട്ടിട്ട് 4000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല ബ്രാൻഡിന്റെ മോഡലുകൾ ലഭ്യമാണ്. ഇത്രയും വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇലക്ട്രിക് റൈസ് കുക്കറോ ഇലക്ട്രിക് പ്രഷർ കുക്കറോ വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അപ്ലയൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം.